ഞാൻ എടുക്കുന്നത് വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്താണത്? മുഹാവരെ. മുഹാവരെ എന്തായിരിക്കും മുഹാവരെ എന്ന് പറയുന്നത്? നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ടാവും ഇഡിയംസ് എന്ന് പറഞ്ഞാലേ. ഇഡിയംസ് എന്താണ് ഇഡിയംസ് അല്ലെങ്കിൽ മുഹാവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാവേ. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും എന്താണ്, മത്തം കുത്തിയാ കുമ്പളം മുളക്കിയോ. ചില ആൾക്കാർ പറയും നീ എന്റെ കണ്ണിൽ ഉണ്ണിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഒരു കാര്യം പറയാ. ചില മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ എന്നൊക്കെ നമ്മൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. നമ്മുടെ അച്ഛനും അമ്മേനെയും പോലെ തന്നെയാണ് നമ്മൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇപ്പൊ കണ്ണിലുണ്ണിയാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്രയ്ക്കും എന്താണ് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചില ഫ്രേസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇഡിയംസ് അല്ലെങ്കിൽ മുഹാവ്രെ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ഇന്ന് നമ്മൾ കുറച്ച് മുഹാവരകൾ പഠിക്കാൻ പോവാണ്. ഹിന്ദിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് മുഹാവരകൾ നിങ്ങൾക്ക് എന്താണ് സംഭാഷണം എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്താണ് കോൺവെർസേഷൻ എഴുതുമ്പോഴും പിന്നെ വേണമെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഹിന്ദിയിൽ എഴുതുമ്പോഴൊക്കെ എന്താണ് ഇങ്ങനെയുള്ള എന്ത് ഉപയോഗിക്കാൻ പറ്റും? മുഹാവരകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അല്ലാതെ നിങ്ങൾക്ക് എന്താണ് മുഹാവരകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വരും കേട്ടോ. അപ്പൊ എന്താണ് മുഹാവര പഠിച്ചു വെക്കുക പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഒരു 10 മുഹാവര ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളാം. നോക്ക, വളരെ എളുപ്പമാണേ. സിമ്പിൾ സാധനങ്ങളാണ്, വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നോക്ക, ആദ്യത്തെ മുഹാവര നോക്കട്ടെ, ശ്രദ്ധിച്ചോളാം മക്കള്. അപ്പനെ പേർ മേ ഗഡ ഹോന. നമ്മള് മലയാളത്തിലും പറയുന്ന ഒരു ചൊല്ലാണ്. നോക്കി, എന്താണ്? അപ്പനെ പേർ മേ, സ്വന്തം കാലിൽ എന്താണ്, സ്വന്തം കാലിൽ ഗഡ ഹോന, നിൽക്കുക. പറയില്ലേ, സ്വന്തം കാലിൽ നിന്നിട്ടാണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് വന്നത് എന്ന് പറയാറില്ലേ? എന്താണ് ഈ സ്വന്തം കാലിൽ ഗഡാഹോന, അപ്പനെ പേർമേ ഗഡാഹോന എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ നോക്കിയേ? എന്ത് മീനിങ്? അതിന്റെ ഡയറക്റ്റ് മീനിങ് എന്താണ്? സ്വാവലംബി ഹോന അല്ലെ. എന്താണ് സ്വാവലംബി ഹോന എന്ന് വെച്ചാൽ എന്താണ്? സെൽഫ് റിലയന്റ് ആയിരിക്കുക. സെൽഫ് റിലയന്റ് ആയിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ എന്താണ് വേറൊരാളെ ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാവലംബി ഹോന എന്ന് പറയുന്നത്. സെൽഫ് റിലയന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഒന്നില്ല സ്വന്തം കാലിൽ നിൽക്കുക. അപ്പന പേർ ഗഡ ഹോന എന്ന് പറയുന്നത് പഠിച്ചേ. ഒന്നാമത്തെ സാധനം പഠിച്ചേ, സിമ്പിൾ ആണേ. അക്ലിക്ക ദുഷ്മൻ. അക്കൽക്ക ദുഷ്മൻ എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ പറയാറുണ്ട് കേട്ടോ. എന്താണ്, ചില ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോലും പോയിട്ടുണ്ടാവില്ല. അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അക്കൽക്ക ദുഷ്മൻ എന്ന് വിളിക്കാൻ പറ്റും. നോക്കാം, ബേവ്കൂഫി കെ കാം കർനെ വാല. എന്താണ് ബേവ്കൂഫി എന്ന് വെച്ചാൽ എന്താണ്? വിഡ്ഢിത്തമായിട്ട് അല്ലെങ്കിൽ എന്താണ് പൊട്ടത്തരം ചെയ്യാന്ന് നമ്മൾ പറയില്ലേ? പൊട്ടത്തരം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? അവർക്ക് അക്കൽ. അക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിയാണ്. എന്താണ്? ബുദ്ധിക്കാണ് നമ്മൾ അക്കൽ എന്ന് പറയുന്നത്. ബുദ്ധിക്ക ദുഷ്മൻ. ബുദ്ധി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ ശത്രുക്കളായിരിക്കും. ദുഷ്മൻ എന്താണ്? ശത്രുവാണ് അല്ലെ. അപ്പൊ അവര് നമ്മള് അങ്ങനത്തെ ആൾക്കാരെ, അതായത് കുറച്ച് മണ്ടത്തരം ചെയ്യുന്ന കുറച്ച് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം ഹിന്ദിയിൽ? അക്കൽക്ക ദുഷ്മനാണ് നീ എന്ന് പറയാട്ടോ. ഇനി എന്താണ്? അക്കൽക്ക ദുഷ്മനാണ്. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക കേട്ടോ. കാം തമാം കർണ. തമാം കർണ എന്ന് വെച്ചാൽ വർക്ക് പൂർത്തീകരിക്കുക അല്ല, എന്താ വർക്ക് ഒക്കെ സെറ്റ് ആക്കി മാറ്റാം. അതെന്താണ്? കാം തമാം കർണ എന്ന് വെച്ചാല്. പക്ഷെ അതിന് ഡയറക്റ്റ് മീനിങ് എന്താണെന്നറിയോ? ബർബാദ് കർണ. എന്താണ്? ബർബാദ് കർണ. ചില എന്താണ് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടല്ല നെഗറ്റീവ് ആയിട്ട് അതിന്റെ മീനിങ് വരുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്താണ് ശരിക്കും? എന്താണ് കാം തമാം കർണ എന്ന് വെച്ചാൽ എന്താണ്? കാമൊക്കെ പൂർത്തീകരിക്കുക, കാമൊക്കെ ചെയ്യുക, ഓൾ സെറ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് അല്ലെ. പക്ഷെ അതിന്റെ ഒറിജിനൽ അർത്ഥം എന്താണ്? ചില സമയത്ത് നമ്മൾ എന്താണ് ഇതിന് നെഗറ്റീവ് മീനിങ് ആയിട്ടാണ് എന്റെ എല്ലാ കളി എന്താണ് മൊത്തം എന്താ നീ പൂർത്തീകരിച്ച് തന്നല്ലോ, ബർബാദ് കർണ, അതായത് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് അത് മാറും കേട്ടോ. ബർബാദ് കർണ എന്ന് വെച്ചാൽ നശിപ്പിക്കുക. ചില സമയങ്ങളിൽ മാത്രം നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിക്കാറുണ്ട്, പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇനി കാം തമാം കർണ എന്ന് വെച്ചാൽ എന്താണ്? ചില നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും, ചിലപ്പോൾ കഥയൊക്കെ വായിക്കുമ്പോൾ അത് കാണും. അപ്പൊ എന്താണ്? എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എന്നല്ല അതിന്റെ അർത്ഥം, നശിപ്പിച്ചു കളഞ്ഞു, ബർബാദ് കിയ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നോക്കണം കേട്ടോ. പിന്നെന്താണ് നോക്കിക്കേ, ആഗ്മേ ഘീഡ അല്ല. ഇത് വളരെ വളരെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്. എന്താണ്? ചില ആൾക്കാരുണ്ടാവും കേട്ടോ, ചില ആൾക്കാർ ഏഷ്യനെ പിടിച്ച് കുറെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാൻ നമ്മൾ പറയാറില്ലേ? ഈ എണ്ണ ഒഴിച്ചാൽ എന്താവും? ഇത് കത്തുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് കത്തിച്ചെടുക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ, അവര് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. എന്താണ്? എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതേ സാധനമാണ് ഹിന്ദിയിൽ നോക്കിക്കേ. ആഗ്മേ തീയിൽ ഘീ ഡാൽന. ഘീ എന്ന് വെച്ചാൽ എന്താണ്? നെയ്യാണ്. നെയ്യ് ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണയാണ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഹിന്ദിക്കാർ എന്തിട്ട് കൊടുത്തു? നെയ്യിട്ട് കൊടുത്തു. അപ്പൊ എന്താണ്? ആഗ്മേ ഘീ ഡാൽന. നമ്മുടെ തീയിൽ എന്തിട്ട് കൊടുക്കുക? നെയ്യിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കിക്കേ.
ഉത്തേജിത് കർണ. ഉത്തേജിത് കർണ വെച്ചാൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും കൂടി എന്ത് കൊടുക്കുക, അത് വഷളാക്കി കൊടുക്കുക. അതാണ് ഉത്തേജിത് കർണ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും നിങ്ങൾക്ക് ആവശ്യം വരും, പഠിച്ചു വെച്ചോളാം. പിന്നെന്താണ് ആഖോं का तारा. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ എന്റെ കണ്ണിൽ ഉണ്ണിയാണെന്നൊക്കെ പറയാറില്ലേ. നമ്മുടെ ഹിന്ദിയിലുണ്ടല്ലോ അവരെന്താ പറയാറിയോ, ആഖോं का तारा, കണ്ണിലെ നക്ഷത്രമാണെന്നാണ് പറയാറ്. ഒരു വ്യത്യാസമാണ്. എന്താണ് ആഖോं का तारा, കണ്ണിലെ നക്ഷത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, ബഹുത് പ്യാര, വളരെ പ്രിയപ്പെട്ടതാണ്. എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയാൻ എന്ത് ഉപയോഗിക്കാം നമുക്ക് ഹിന്ദിയില്, ആഖോं का तारा, കണ്ണിലെ നക്ഷത്രമാണ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഓക്കെ, ഇനി കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി നോക്കിക്കേ, ഇതും കൂടി ഒന്ന് കേട്ടോളാം. ആഖോं में धूल चौंकना. ആഖോं में धूल चौंकना എന്ന് വെച്ചാൽ എന്താണ്, ആഖോं में കണ്ണിൽ പൊടിയിടുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ കണ്ണ് പൊടിയിട്ടിട്ട് ഓടിക്കളഞ്ഞതല്ലേ നീ എന്ന് പറയാറില്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഹിന്ദിത്തെ സാധനം. ഇവിടെ നോക്കിക്കേ, ആഖോं में കണ്ണിൽ ധൂൽ ചോക്കന എന്ന് വെച്ചാൽ, ധൂൽ എന്ന് വെച്ചാൽ പൊടിയാണ്. ആ പൊടി ചോക്കന, പൊടിയിട്ട് കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ധോഖാദേന, ചീറ്റ് ചെയ്യുക. ധോഖാദേന വെച്ചാൽ ചീറ്റ് ചെയ്യുക. നീ എന്റെ കണ്ണ് പൊടിയിട്ട് ഓടിക്കളഞ്ഞതല്ലേ എന്നാണ്, അതിനെന്താ പറയാ, നമ്മൾ ചീറ്റ് ചെയ്ത് പോയതല്ലേ എന്ന് ഇൻഡയറക്റ്റ് ആയി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്, ആഖോं में धूल चौंकना, കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്ന സംഭവം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സാധനം ശ്രദ്ധിച്ചേ, നമ്മൾ അധികം കേട്ടിട്ടില്ലേ, മലയാളത്തിലൊന്നും നമ്മൾ അധികം കേൾക്കാത്ത സാധനമാണ്. ദാൽ മേ കാലാ ഹോന, പരിപ്പില് കറുപ്പ് വരിക. പരിപ്പില് കറുപ്പ് വരിക. ദാൽ എന്ന് വെച്ചാൽ എന്താണ്, പരിപ്പാണ്, നമുക്കറിയാം. ദാൽ കറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കാലാ ഹോന എന്ന് വെച്ചാൽ എന്താണ്, കറുപ്പായിട്ട് മാറാ. പരിപ്പ് കറുപ്പായിട്ട് മാറുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം എന്നറിയോ, കുച്ച് രഹസ്യ ചിപ്പാ ഹോന, എന്തോ ഒരു രഹസ്യം എന്താണ് നമ്മൾ മറച്ചു വെക്കുക. രഹസ്യ ചിപ്പാ ഹോന, രഹസ്യം മറച്ചു വെക്കുക, സസ്പീഷ്യസ് ആയിട്ട് തോന്നുക. അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കുക, ദാൽ മേ കാലാ ഹോന, ആ പരിപ്പിൽ എന്തോ ഒരു കറുപ്പുണ്ട് എന്ന് നമ്മൾ പറയാണ്. എന്തോ ഒരു രഹസ്യം അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ നോക്കാം, ദാൽ മേ കാലാ ഹോന, പരിപ്പിൽ കറുപ്പുണ്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം, ആസ്മാൻ ടൂട്ട് പഠന, ആകാശം പൊട്ടുക. ആസ്മാൻ എന്താണ്, ആകാശമാണെന്ന് നിങ്ങൾക്കറിയാം. ടൂട്ട് എന്ന് വെച്ചാൽ പൊട്ടുകയാണെന്ന് അറിയാം. അപ്പൊ എന്താണ് ആകാശം പൊട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ച, വിപത്തിയാന, എന്തോ ഒരു എന്താണ് ആപത്ത് വരുന്നുണ്ട്. വിപത്തി എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നം, വലിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിനാണ് എന്താണ് ആകാശം പൊട്ടി വരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ എന്താണ് ആസ്മാൻ ടൂട്ട് പഠന, ആകാശം പൊട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, ആപത്തി ആന, ആപത്ത്, എന്തോ ഒരു ആപത്ത് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, കലേജ ഡണ്ട് ഹോന. കലേജ എന്ന് വെച്ചാൽ ഹൃദയമാണ്. ഹൃദയത്തിനാണ് നമ്മൾ എന്ത് പറയാറ്, കലേജ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കലേജ ഡണ്ട ഹോന, കലേജ എന്താവുക, തണുക്കുക, കൂളാവുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, സന്തുഷ്ട ഹോന, ഹാപ്പി ആയിട്ട് മാറുക എന്നാണ്. മനസ്സങ്ങ് തണുത്തു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, അങ്ങനെ ആലോചിക്കും നിങ്ങൾ. എന്താ കലേജ ഡണ്ട ഹോന വെച്ചെന്താണ്, മനസ്സങ്ങ് തണുത്തു, ഹാർട്ട് അങ്ങ് തണുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, സന്തുഷ്ട ഹോന, ഹാപ്പി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ലാസ്റ്റ് സാധനം നോക്കിക്കേ, 9 2 11 ഹോന, 9 2 11 ഇത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കാറില്ലേ. നമ്മുടെ ഇവിടെ ഉപയോഗിക്കാത്തൊരു സംഭവമാണ് എന്ത്, 9 9 2 11 ഹോന, 11 എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് അറിയോ, ഭാഗ് ജാന, ഓടിപ്പോവുക. അവൻ എന്താണ് 9 2 11 ഹോന എന്ന് വെച്ചെന്താണ്, അപ്പൊ തന്നെ 9 2 എന്താണ് 11 ഹോ ഗയ എന്ന് വെച്ചെന്താണ്, അപ്പൊ തന്നെ ഓടിപ്പോയി എന്നുള്ള അർത്ഥമാണ്. ഭാഗ് ജാന എന്ന് വെച്ചെന്താണ്, ഓടിപ്പോവുക എന്നുള്ള അർത്ഥമാണ്. ആ ഓടിപ്പോവുക എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, 9 2 11 ഹോന, 9 2 11 എന്ന് പറയാം. ഇത് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല, ഇല്ല, അങ്ങനെ ഒരു സാധനം മലയാളത്തിലില്ല അല്ലെ. അപ്പൊ ഇതിൽ കുറെ മലയാളത്തിലുള്ള സംഭവങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, ഹിന്ദിയിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചോളാം. നിങ്ങൾക്ക് മുന്നോട്ടും ആവശ്യം വരും, ഇപ്പോഴും ആവശ്യം വരും. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.